ഈ വീഡിയോയിൽ 27 നക്ഷത്രങ്ങളിലെ മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയും, വൃക്ഷം അത്തിയും, മൃഗം ആടും, ഭൂതം ഭൂമിയും, പക്ഷി പുള്ളുമാണ്. സ്ത്രീ യോനിയിൽപ്പെട്ട നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം. ഈ നക്ഷത്രം മേടം രാശിയിലെ ആദ്യ കാലും ഇടവം രാശിയിലെ അവസാനത്തെ 3 പാദങ്ങളും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. മരം അത്തിയായതിനാൽ തന്നെ അത്തിമരം വീട്ടുവളപ്പിൽ നട്ടുവളർത്തുന്നതും പരിപാലിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നൽകുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ദേവത അഗ്നി ആയതിനാൽ അഗ്നിയുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നതും ഇവർക്ക് ഐശ്വര്യം ലഭിക്കുന്ന കാര്യമാണ്. നീണ്ട മൂക്കും സൗമ്യമായ കണ്ണുകളോടുകൂടിയ ഈ നക്ഷത്രക്കാരുടെ മുഖം വളരെ ആകർഷകവും ശാന്തവുമായി കാണപ്പെടുന്നു. വിനീതമായ പെരുമാറ്റത്തിലൂടെ ആരെയും ആകർഷിക്കാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. കാർത്തിക നക്ഷത്രക്കാർ ഒരു നല്ല ഉപദേഷ്ടാവും ശുഭാപ്തി വിശ്വാസക്കാരുമാണ്. ഉപദേശങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇവർ വളരെ മുൻപന്തിയിലാണെന്ന് തന്നെ പറയാം. കാർത്തിക നക്ഷത്രക്കാരോട് സ്നേഹത്തോടെയും നല്ല രീതിയിലും പെരുമാറിയാൽ അവരോട് തിരിച്ചും നല്ല സ്നേഹമായിരിക്കും. അത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും ആരോടായാലും അവരോട് സ്നേഹത്തോടെ പെരുമാറിയാൽ അവരും തിരിച്ച് ഈ കാർത്തിക നക്ഷത്രക്കാരും തിരിച്ച് നല്ല സ്നേഹത്തോടെ ഇവരോട് പെരുമാറുകയും ചെയ്യും. മാത്രമല്ല മര്യാദയായി പെരുമാറുകയും സഭ്യമായ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ആളുകളുടെ കുറവുകൾ കണ്ടുപിടിക്കുകയും അത് ശരിപ്പെടുത്തുവാനായി ബുദ്ധിപൂർവമായ രീതിയിൽ ഉപദേശങ്ങൾ നൽകാനും ഇവർ മിടുക്കരാണ്. എന്നാൽ ഇങ്ങനെ ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്നതിലൂടെ ചില ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ വെറുപ്പുണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ ഏതൊരു ജോലിയുടെ ഉദ്ദിഷ്ടഫലം വിശകലനം ചെയ്യുകയും അതിൽ മറഞ്ഞിരിക്കുന്ന ഗുണദോഷങ്ങളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതിൽ കാർത്തിക നക്ഷത്രക്കാർ വിദഗ്ധരാണ്. ഇവർ വാക്കിന് വില കൽപ്പിക്കുന്ന വ്യക്തികളായിരിക്കും. മാത്രമല്ല സാമൂഹിക സേവനങ്ങളിൽ ഇവർ താല്പര്യം കാണിക്കുകയും ചെയ്യും. അസാമാന്യമായ കഴിവും അഭിമാനബോധവും ആദർശനിഷ്ഠയുള്ളവരുമായ ഈ നക്ഷത്രക്കാർ തൻ്റെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഭക്ഷണകാര്യങ്ങളിൽ കൃത്യതയുള്ള ഒരാളായിരിക്കില്ല. എപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരു പ്രകൃതമാണ് ഈ നക്ഷത്രക്കാരുടേത്. പേരിനെയും പ്രശസ്തിയെയും കുറിച്ചാണെങ്കിൽ ഇവർ അതിലൊന്നും അത്ര കാര്യമാക്കുന്നവരല്ല. എങ്കിലും അതൊക്കെ ലഭിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവുമുള്ളവരാണ്. കൂടാതെ മറ്റാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള സഹായങ്ങൾ കൈപ്പറ്റുവാനും ഇവർ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുവാൻ താല്പര്യം കാണിക്കുന്നവരാണ്. മാത്രമല്ല ഇവരുടെ തീരുമാനങ്ങളിൽ തന്നെ ഇവർ ഉറച്ചു നിൽക്കുകയും ചെയ്യാറുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പൊതുവെ നല്ല ആരോഗ്യമുള്ളവരായി തന്നെ കാണപ്പെടുന്നു. എങ്കിലും തലയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ പല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇടയ്ക്കൊക്കെ കാർത്തിക നക്ഷത്രക്കാരെ അലട്ടിയെന്ന് വരാം. കാർത്തിക നക്ഷത്രക്കാർ കൂർമ്മ ബുദ്ധിയുള്ളവരായിട്ടാണ് സാധാരണ കാണപ്പെടുന്നത്. മാത്രമല്ല സ്ഥിരമായി ഒരു കാര്യത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നവരായിരിക്കില്ല. ഈ ഒരു സ്വഭാവം തൻ്റെ ജോലിയിലും പൊതുപ്രവർത്തനത്തിലും കാണാൻ സാധിക്കും. പുറമേ നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർ വളരെ കർക്കശക്കാരായി കാണപ്പെടും. പക്ഷേ ഒരുപാട് സ്നേഹം, വാത്സല്യം കൂടാതെ സഹാനുഭൂതി എന്നിവ ഇവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആരെയും ഭയപ്പെടുത്തുവാൻ ഇവർ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. കാർത്തിക നക്ഷത്രക്കാർ ആധ്യാത്മികതയിലും താല്പര്യമുള്ളവരായിരിക്കും. ജപം, തപം, വ്രതം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് മതാത്മകമായ ജീവിതത്തിൽ പുരോഗതി സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ. ആധ്യാത്മികതയുടെ പാതയിലേക്ക് പോകണം എന്നിവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഒന്നിനും ഇവരെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചില ഘട്ടങ്ങളിലൊക്കെ ഇവർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഈ ഇത്രയും വലിയ പ്രവൃത്തികൾ നടത്തിയാൽ പോലും വലിയ പുരോഗതി ഉണ്ടാക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിഞ്ഞെന്നും വരില്ല. മറ്റൊരാളിന്റെ നിയന്ത്രണത്തിലോ അവരുടെ ചെലവിലോ ജീവിക്കാനും ഇവർ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ എന്തൊക്കെ പരാജയങ്ങൾ സംഭവിച്ചാലും അതെല്ലാം യുക്തിപൂർവം ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനും ഇവർക്ക് സാധിക്കും. മാത്രമല്ല തൻ്റെ പരാജയത്തിന് കാരണമായ സംഭവത്തെ ഇവർ പെട്ടെന്ന് മറന്നു പോവുകയുമില്ല. പ്രതികാര ബുദ്ധിയോടെ അതിനെ മനസ്സിൽ സൂക്ഷിക്കാനും ഇവർക്ക് കഴിയും. പെട്ടെന്ന് ദേഷ്യം വരികയും എന്നാൽ പെട്ടെന്ന് സമാധാനത്തോടെ പെരുമാറുകയും ചെയ്യുന്നവരാണിവർ. എല്ലാവരും തൻ്റെ കീഴിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹവും ഇവർക്കുണ്ട്. പൊതുസമൂഹത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. കാർത്തിക നക്ഷത്രം പൊതുവെ ഐശ്വര്യമുള്ള നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ആരെയെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ രക്ഷപ്പെടുകയും ഈ ഉപദേശിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ ചില ഘട്ടങ്ങളിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല.
അതിൽ ഇടയ്ക്കിടെ അവർ വേദനിക്കാറുമുണ്ട്. തന്റെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രവൃത്തികൾക്കും ദോഷകരമായ രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർ എത്ര വേണ്ടപ്പെട്ടവരായാലും അവരെ കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്രയോജനമുള്ളവരായാലും അവരെ പൂർണ്ണമായി ഒഴിവാക്കാനും കാർത്തിക നക്ഷത്രക്കാർക്ക് യാതൊരുവിധ മടിയുമില്ല. പൊതുവെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് പൊതുരംഗത്തായാലും ഏത് രംഗത്തായാലും. ഒരു കഠിനാധ്വാനി എന്ന നിലയിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാൻ കാർത്തിക നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നീ ഏതു മേഖലയിലായാലും മറ്റുള്ളവരെക്കാളും മുന്നിട്ട് നിൽക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. തോൽക്കുന്നതോ അല്ലെങ്കിൽ പിന്നിലാകുന്നതോ ഇവർക്ക് സഹിക്കുവാൻ കഴിയില്ല. അത്യധികം സത്യസന്ധരായതിനാൽ ഇവർ ചില ഘട്ടങ്ങളിൽ വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രക്കാർ ജന്മസ്ഥലത്ത് നിന്നും അകന്നു താമസിക്കുവാനാണ് കൂടുതലും സാധ്യത. അത് ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിൽ അങ്ങനെ മാറി താമസിക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. പൈതൃകമായി കിട്ടുന്ന സഹായങ്ങളും സൗഭാഗ്യങ്ങളും ഇവർക്ക് കുറവായിരിക്കും. സദാചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഈ നക്ഷത്രക്കാർ നല്ല ഈശ്വര വിശ്വാസമുള്ളവരാണ്. എന്നാൽ പഴയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. സ്വന്തം പ്രവൃത്തിയിലൂടെ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടണം എന്ന ആഗ്രഹത്തോടെയായിരിക്കും ഇവർ ചെയ്യുക. എന്നാൽ താൻ പ്രവർത്തിക്കുന്ന സംരംഭത്തിൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഉറച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയണമെന്നുമില്ല. ഒരു സംരംഭത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊന്നിലേക്ക് പോയാലോ എന്ന ചിന്ത ഈ നക്ഷത്രക്കാരെ അലട്ടിക്കൊണ്ടിരിക്കും. ഏത് തൊഴിലിലായാലും ജീവിതത്തിലെ ഏതു പ്രവൃത്തിയിലായാലും പണം സമ്പാദിക്കുവാൻ ഇവർക്ക് സവിശേഷമായ ഒരു കഴിവ് തന്നെയുണ്ട്. കൂടാതെ കഠിനാധ്വാനത്തിലൂടെ യാതൊരു ലക്ഷ്യത്തെയും കരസ്ഥമാക്കുക എന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ശീലമാണ്. ചെയ്യുന്ന ജോലിയിൽ 100% നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. ഇവർക്ക് ലഭിക്കുന്ന ജീവിത പങ്കാളി കഴിവുള്ളവരും പ്രതിജ്ഞാബദ്ധതയുള്ളവരും പാതിവൃത്യമുള്ളവരുമായിരിക്കും. വീട്ടിൽ ഇത്രയും മനോഹരമായ ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ പോലും ഇവരുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചില വിഷമങ്ങൾ ഉണ്ടാകാം. ചില രോഗങ്ങൾ ഇടയ്ക്കിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ജീവിത പങ്കാളിക്ക് ഒരുപക്ഷെ ഇവരെ മുൻകൂട്ടി അറിയാവുന്ന ഒരാളാവാനും സാധ്യതയുണ്ട്. മക്കൾ കാരണത്താൽ ചില വേദനകളും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾ ഉണ്ടാകുന്നതിൽ കാലതാമസം നേരിടാനുള്ള സാധ്യതയുമുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഗൃഹഭരണങ്ങൾ ഏറ്റെടുക്കുന്നതിൽ മിടുക്കരായിരിക്കും. പ്രേമവിവാഹത്തിനുള്ള സാധ്യതയുമുണ്ട്. മാതാവുമായി കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രത്യേക അടുപ്പമുണ്ടാവുകയും ഇവരുടെ കൂടപ്പിറപ്പുകളെക്കാളും കൂടുതൽ സ്നേഹം മാതാവിൽ നിന്ന് ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. കാർത്തിക നക്ഷത്രക്കാർക്ക് 50 വയസ്സുവരെ ജീവിതം കഠിനകരമായിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 50 മുതൽ 56 വയസ്സുവരെ കാര്യങ്ങൾ ആശ്ചര്യജനകമായി തന്നെ പോവുകയും ചെയ്യും. ഫാർമസിസ്റ്റ്, എഞ്ചിനീയറിംഗ്, അഭിഭാഷകൻ, സൈനികൻ, പോലീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഫയർ ബ്രിഗേഡ്സ് ഓഫീസർ, ബേബി കെയർ യൂണിറ്റ്, അനാഥാലയ സംബന്ധമായ ജോലികൾ, വ്യക്തിത്വ വികസനവും ആത്മവിശ്വാസം കെട്ടിപ്പടുത്തുന്നത് സംബന്ധമായ ജോലികൾ, ആത്മീയ ഗുരു അല്ലെങ്കിൽ പ്രഭാഷകൻ, മധുരപലഹാര നിർമ്മാണശാല, ബേക്കറി, വെൽഡിംഗ്, ലോകപ്പണി പോലുള്ള തീയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, തുന്നൽ, എംബ്രോയിഡറി ചെയ്യൽ, തയ്യൽ പണി, മൺപാത്രങ്ങൾ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കൽ, കൂടാതെ തീ അല്ലെങ്കിൽ മുനയുള്ള ഉപകരണങ്ങൾ കൊണ്ടുള്ള എല്ലാ ജോലികളും ഇവർക്ക് ഭാഗ്യകരമായിരിക്കാം. മകയിരം, പുണർദം, ആയില്യം, ഉത്രം, ഉത്രാടം തുടങ്ങിയ നക്ഷത്രക്കാരുമായിട്ടുള്ള ഇടപാടുകളും കൂട്ടുപ്രവർത്തനങ്ങളും സഹകരണവും കഴിയുന്നതും ഒഴിവാക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്.